നിങ്ങളിൽ എത്ര പേര് ഈ വാർത്ത അറിഞ്ഞു എന്നെനിക്കറിയില്ല. വാഹനം ഓടിക്കുന്നവർ എല്ലാവരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു വാർത്തയാണ് ഇത്. പ്രത്യേകിച്ചും അലക്ഷ്യമായും അശ്രദ്ധമായും വാഹനം ഓടിക്കുന്നവർ. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വളരെ സുപ്രധാനമായ ഒരു വിധിയാണ് ഈ വാർത്തയുടെ ഉള്ളടക്കം. അശ്രദ്ധവും അലക്ഷ്യവുമായി വാഹനം ഓടിക്കുന്ന ഒരാൾ അയാൾ ഉണ്ടാക്കുന്ന അപകടത്തെ തുടർന്ന് മരണപ്പെട്ടാൽ അയാളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുവാൻ ഇനി മുതൽ ഇൻഷുറൻസ് കമ്പനികൾക്ക് യാതൊരു ബാധ്യതയും ഉണ്ടാകുന്നതല്ല. ഇതാണ് ആ സുപ്രധാനമായ വിധി. എന്താണ് ഇങ്ങനെ ഒരു വിധി വരുന്നതിനുണ്ടായ പശ്ചാത്തലം? അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. NS രവിഷ എന്നു പേരുള്ള ഒരാൾ ജൂൺ 18, 2014 അയാളുടെ ഫിയറ്റ് ലീനിയ കാർ അയാളുടെ കുടുംബാംഗങ്ങളുമായി കർണാടകത്തിലെ അരസിക്കേരെ എന്നു പേരായ ഒരു സ്ഥലത്തുകൂടി അത്യധികം അലക്ഷ്യമായി അതുപോലെ തന്നെ അശ്രദ്ധവുമായി ഓടിച്ചു പോകുമ്പോൾ മൈലനഹള്ളി ഗേറ്റിനടുത്ത് വെച്ച് രവിഷയ്ക്ക് വാഹനത്തിന് മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുകയും വാഹനം അപകടത്തിൽപ്പെടുകയും തുടർന്ന് വാഹനം മറിയുകയും ചെയ്തു. അപകടത്തെ തുടർന്ന് രവിഷ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. പിന്നീട് രവിഷയുടെ ബന്ധുക്കൾ 80 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് MACT കോടതിയിൽ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിക്കെതിരായി കേസ് ഫയൽ ചെയ്തു. രവിഷയ്ക്ക് മരണപ്പെടുമ്പോൾ മാസം 3 ലക്ഷം രൂപ ശമ്പളമുണ്ടായിരുന്നു എന്നും അയാൾ മാത്രമായിരുന്നു ആ കുടുംബത്തിൻ്റെ ഏക അന്നദാതാവ് എന്നുമായിരുന്നു അയാളുടെ കുടുംബത്തിൻ്റെ അവകാശവാദങ്ങൾ. എന്നാൽ MACT കോടതി കേസ് തള്ളുകയും തുടർന്ന് കുടുംബം കർണാടക ഹൈക്കോടതിയിൽ അപ്പീലുമായി സമീപിക്കുകയും ചെയ്യുന്നു. കർണാടക ഹൈക്കോടതിയും കേസ് തള്ളിയപ്പോഴായിരുന്നു കുടുംബം സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ സുപ്രധാന വിധി വരുന്നത് 2025 ജൂലൈ 3-ാം തീയതിയാണ്. എന്തൊക്കെയായിരുന്നു ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഈ വിധിയിലെ ഹൈലൈറ്റ്സ്? കർണാടക ഹൈക്കോടതിയുടെ ഒരു വിധിയെ അങ്ങനെ തന്നെ ശരിവെച്ചുകൊണ്ട് ബഹുമാന്യരായ ജസ്റ്റിസ് PS നരസിംഹയും ജസ്റ്റിസ് R മഹാദേവനും ഉൾപ്പെടുന്ന ഒരു ബെഞ്ചാണ് ഈ വിധി പുറപ്പെടുവിച്ചത്. രവിഷയുടെ അശ്രദ്ധവും അലക്ഷ്യവുമായ ഡ്രൈവിംഗ്, റാഷ് ആൻഡ് നെഗ്ലിജൻറ്റ് ഡ്രൈവിംഗ് ആണ് അപകടത്തിന് കാരണമായത് എന്നായിരുന്നു കോടതികളുടെ എല്ലാം കണ്ടെത്തൽ. അയാളൊരു സെൽഫ് ടോർട്ട്ഫീസർ ആണ് എന്നായിരുന്നു കോടതി പറഞ്ഞത്. ടോർട്ട്ഫീസർ എന്നാൽ നിയമം ലംഘിക്കുന്നയാൾ എന്നൊക്കെ അർത്ഥം പറയാം. അതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനിക്ക് ലയബിലിറ്റി ഇല്ല. കോടതി പറഞ്ഞ മറ്റൊരു കാര്യം, ഇങ്ങനെയുള്ള അപകടങ്ങളിൽ അവകാശികൾക്ക് നഷ്ടപരിഹാരം നൽകുക എന്നത് ഒരാളുടെ തെറ്റായ നടപടി അയാൾക്ക് തന്നെ ബെനിഫിറ്റ് ആകരുത് എന്ന അടിസ്ഥാന തത്വത്തെ ലംഘിക്കുന്നത് പോലെയാകുമെന്നായിരുന്നു കോടതി ചൂണ്ടിക്കാട്ടിയ മറ്റൊരു കാര്യം. മോട്ടോർ വെഹിക്കിൾ ആക്ടിൻ്റെ സെക്ഷൻ 166 പ്രകാരം മോട്ടോർ തേർഡ് പാർട്ടി ഇൻഷുറൻസിൽ ഇൻഷുർ ചെയ്യുന്ന വ്യക്തി തന്നെ ഉണ്ടാക്കുന്ന അപകടം മൂലം അയാൾ മരണപ്പെടുകയാണെങ്കിൽ അയാളുടെ അവകാശികൾക്ക് നഷ്ടപരിഹാരത്തിന് അർഹത ഉണ്ടാകുന്നതല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരാൾ മറ്റൊരാളുടെ വാഹനം ഓടിക്കാൻ കൊണ്ടുപോകുമ്പോൾ ലയബിലിറ്റിയുടെ കാര്യത്തിൽ അയാൾ സ്വയം ഉടമസ്ഥൻ്റെ ഷൂസിലേക്ക് പ്രവേശിക്കുന്നതിന് തുല്യമാണ്. മറ്റൊരർത്ഥത്തിൽ വാഹനം കടം വാങ്ങി ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇതേപോലെയുള്ള അപകടങ്ങൾ അതുമൂലമുണ്ടാകുന്ന നഷ്ടപരിഹാരത്തിന് അങ്ങനെ കൊണ്ടുപോകുന്ന ആൾ യോഗ്യമായി കൊള്ളണം എന്നില്ല എന്ന്. ഈ ഒരു സുപ്രധാനമായ വിധിയിലൂടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു ലീഗൽ പ്രിൻസിപ്പിളിനാണ് ഊന്നൽ നൽകുന്നത്. ഇൻഷുറൻസ് കോൺട്രാക്റ്റുകൾ ഏതായാലും അത് തികച്ചും അവിചാരിതമായും ആകസ്മികമായും ഉണ്ടാകുന്ന അപകടങ്ങളെ ഇൻഡെംനിഫൈ ചെയ്യുവാനായി മാത്രം ഉള്ളതാണ്. അല്ലാതെ ഇൻഷുർ ചെയ്ത വ്യക്തി മനഃപൂർവ്വമായി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അയാളുടെ നെഗ്ലിജൻസ് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു ബാധ്യതയും ഉണ്ടായിരിക്കുന്നതല്ല. കോടതിയുടെ നിരീക്ഷണം തന്നെ ഇങ്ങനെയാണ്. മോട്ടോർ വെഹിക്കിൾ ആക്റ്റും ഇൻഷുറൻസ് പോളിസികളും റാഷ് ആൻഡ് നെഗ്ലിജൻറ്റ് ഡ്രൈവിംഗ് മൂലമുണ്ടാകുന്ന അപകടങ്ങളെ എക്സ്പ്ലിസിറ്റായി തന്നെ എക്സ്ക്ലൂഡ് ചെയ്യുന്നു എന്നായിരുന്നു. ഇത് നൽകുന്ന വളരെ വ്യക്തമായ ഒരു സന്ദേശമുണ്ട്. വ്യക്തികൾ വാഹനം ഓടിക്കുമ്പോൾ നിർബന്ധമായും ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക. ഒപ്പം കരുതലോടും ശ്രദ്ധയോടും കൂടി മാത്രം വാഹനം ഓടിക്കുക. ഒരാളുടെ റെക്ലെസ്സായ പെരുമാറ്റത്തിന് ഇൻഷുറൻസിനെ ഒരു കാരണവശാലും ആശ്രയിക്കുവാൻ പറ്റില്ല. ഇതുകൊണ്ട് വാഹനാപകട ഇൻഷുറൻസ് ക്ലെയിമുകളിൽ ഉണ്ടാകാൻ പോകുന്ന നിയമപരമായ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഇൻഷുർ ചെയ്തിരിക്കുന്ന വ്യക്തിയുടെ നെഗ്ലിജൻസ് കൊണ്ടുണ്ടാകുന്ന ഫെറ്റാലിറ്റീസ് മോട്ടോർ തേർഡ് പാർട്ടി ഇൻഷുറൻസ് കവറിൽ അല്ലെങ്കിൽ മോട്ടോർ തേർഡ് പാർട്ടി ഇൻഷുറൻസിൽ കവർ ചെയ്യില്ല. റെക്ലെസ് ആയ ഡ്രൈവിങ്ങിന് ഡ്രൈവർമാർ പേഴ്സണലായി ഉത്തരവാദികളാകുന്നു എന്നാണ് ഈ റൂളിങ്ങിൽ നിന്നും മനസ്സിലാകുന്നത്. മറ്റൊരു കാര്യം, മരണപ്പെട്ടയാളുടെ മാത്രം കുഴപ്പം അല്ലെങ്കിൽ നെഗ്ലിജൻസ് കൊണ്ടാണ് അയാൾ മരിക്കുന്നതെങ്കിൽ അവകാശികൾക്ക് നഷ്ടപരിഹാരത്തിന് ഇനി അർഹത ഉണ്ടാകില്ല.
ഈ ഒരു സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഇൻഷുറൻസ് എടുക്കുന്ന ഓരോ കസ്റ്റമറും അറിയേണ്ടുന്ന അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടുന്ന നിയമപരമായ ചില സംഗതികൾ ഉണ്ട്. നമുക്കറിയാം, വാഹനം ഓടിക്കുന്ന ഏതൊരാളുടെയും പ്രാഥമികമായ കടമയാണ് അപകടരഹിതമായി ഉത്തരവാദിത്വത്തോടുകൂടി വാഹനം ഓടിക്കുക എന്നത്. ഇരുചക്ര വാഹനങ്ങളായാലും 4 ചക്ര വാഹനമായാലും മുച്ചക്ര വാഹനമായാലും ഒരു ഇൻഷുറൻസ് പോളിസിയും ഒരിക്കലും പരിരക്ഷ നൽകില്ലാത്ത ചില കാര്യങ്ങൾ ഉണ്ട്. മദ്യം പോലെയുള്ള വസ്തുക്കളോ മയക്കുമരുന്നുകളോ ഉപയോഗിച്ചതിന് ശേഷം ഒരിക്കലും വാഹനം ഓടിക്കരുത്. ഏതൊരു വാഹനവും അതിനായി ഏർപ്പെടുത്തിയിരിക്കുന്ന കാര്യത്തിനായി മാത്രം ഉപയോഗിക്കുക. ലൈസൻസ് ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും വാഹനം ഓടിക്കുവാൻ കൊടുക്കരുത്. അതേപോലെ പ്രായപൂർത്തിയാകാത്ത ഒരാൾക്കും വാഹനം ഓടിക്കാൻ കൊടുക്കരുത്. ഒരാൾക്ക് ഏത് വാഹനമാണോ ഓടിക്കുവാൻ അനുമതി ഉള്ളത് അതുമാത്രം ഓടിക്കുക. ഓർമ്മിക്കുക, റാഷ് ഡ്രൈവിംഗ് പാടില്ല. അഗ്രസീവായ ഓവർടേക്കിംഗ്, അനാവശ്യമായ സ്പീഡ് കൂട്ടി ഓടിക്കൽ, ഇതൊന്നും പാടില്ല. ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കാതിരിക്കുക. ഇനി അങ്ങനെയെല്ലാം ചെയ്താൽ എല്ലാം ഇനി പ്രശ്നമാകും. ഒന്നുകൂടി, ഇൻഷുറൻസ് ഒരിക്കലും നമ്മുടെ റെക്ലെസ് ബിഹേവിയറിന് നൽകുന്ന സേഫ്റ്റി നെറ്റ് അല്ല. പ്രത്യുത അത് ആകസ്മികവും അവിചാരിതവുമായി ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് നൽകുന്ന പ്രൊട്ടക്ഷൻ മാത്രമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.